ഹായ് നമസ്കാരം. ഇന്നത്തെ ഈ ഒരു സെഷൻ ഒരു ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. തുടക്കക്കാർക്ക് ഔട്ട്ലൈൻ വരച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണിത്. നമുക്കൊന്ന് ഫ്രീ ഹാൻഡായിട്ട് എങ്ങനെ ഔട്ട്ലൈൻ വരയ്ക്കാമെന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഒരു കാർട്ടൂണിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ വരയ്ക്കുന്നുണ്ട്. ഒരു കോഴിയാണ് ഞാൻ വരയ്ക്കുന്നത്. അതിൻ്റെ മെയിൻ ബോഡി ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2H പെൻസിൽ ഉപയോഗിക്കാം, അതുമല്ലെങ്കിൽ HB ഉപയോഗിക്കാം, ഓർ 2B ഉപയോഗിക്കാം. ഇനി അതിൻ്റെ ഹെഡിൻ്റെ പോർഷൻ വരയ്ക്കാനായിട്ട് ഒരു റൗണ്ട് മാർക്ക് ചെയ്യുക. കണ്ടില്ലേ? അതിൻ്റെ തലയുടെ പോർഷനും ബോഡിയുടെ പോർഷനും ഞാൻ വൃത്താകൃതി ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ ഒരു ഷേപ്പ് ഞാൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്, നോക്കുക. ഇനി അതിൻ്റെ മുകൾ ഭാഗം, ആ മെയിൻ സെൻറ്റർ പോർഷൻ്റെ മുകളിലത്തെ ഒരറ്റം കട്ടാകുന്നുണ്ട് കോഴിയുടെ ഷേപ്പ് കറക്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി ടെയിലിൻ്റെ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? ആ ഒരു ഏകദേശം ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു മെക്കാനിസം, ഒരു ടെക്നിക്ക് വഴി എനിക്ക് ഒരു കോഴിയുടെ ഔട്ട്ലൈൻ വരച്ചെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി കാലിൻ്റെ പോർഷൻ മാർക്ക് ചെയ്യുക. ഞാൻ സിമ്പിളായിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി താഴേക്ക് ഒരു ലൈൻ കൊടുക്കുക. ഇനി അതിൻ്റെ കൊക്കിൻ്റെ ഭാഗം ഒരു ട്രയാങ്കിൾ കൊടുത്ത് ത്രികോണാകൃതിയിൽ നമുക്ക് ബ്ലോക്ക് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ പൂവിൻ്റെ പോർഷൻ, കോഴിയുടെ തലയുടെ ഭാഗം, അതേപോലെ ഇനി ചിറകിൻ്റെ പോർഷൻ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഒരു ഏകദേശം ഐഡിയ കൊടുത്ത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു സ്കെച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഔട്ട്ലൈൻ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ കണ്ണ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് ആവശ്യമില്ലാത്ത ലൈൻസുകളുണ്ട്. ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത വൃത്താകൃതിയും അതുപോലെയൊക്കെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള മാർക്കുകൾ നമുക്ക് ഒഴിവാക്കാം. ഞാൻ ഇറേസ് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ ഔട്ട്ലൈൻ വ്യക്തമായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 4B പെൻസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ക്യാമറയിൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്യുന്നത്. ഇനി കണ്ടില്ലേ? ആ ഷേപ്പ് അനുസരിച്ച് ഇപ്പോൾ നമുക്ക് കിട്ടിയ കോഴിയുടെ ആകൃതി അനുസരിച്ച് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കിത് 3-4 തവണ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വരച്ചെടുക്കാൻ കഴിയുന്നതായിരിക്കും. ഇതുപോലെ സാവധാനം മാർക്ക് ചെയ്യുക. ആദ്യം തന്നെ ചെയ്യുമ്പോൾ ഇതുപോലെ പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നൊന്നും ഇല്ല. നിങ്ങൾ 3-4 തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പ്രാക്ടീസ് ക്യാൻ മേക്ക് എ മാൻ പെർഫെക്റ്റ്. അതുകൊണ്ട് ഡെയിലി ഓരോ ഒബ്ജക്റ്റും വരയ്ക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസിന് സമയം കണ്ടെത്തുക. 1 മണിക്കൂറെങ്കിലും നമുക്ക് ഒരു ദിവസം കിട്ടുന്നുണ്ടെങ്കിൽ അത് മോർ ദാൻ ഇനഫാണ് ഡ്രോയിങ്ങിന്. ഇനി കണ്ണിൻ്റെ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി തൊണ്ടയുടെ പോർഷൻ അല്ലേ, കോഴിയുടെ വയറും ഇതൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഡീറ്റെയിലിങ്, ആ ഒരു ഡിസൈൻ പോലെ രോമങ്ങളും തൂവലുകളുടെ ഒരു കോഴിയുടെ ഒരു പാറ്റേൺ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിനെ കൂടുതൽ ഞാൻ ഡീറ്റെയിലിങ്ങിലേക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കി വരയ്ക്കുന്നൊന്നുമില്ല. ബിഗിനേഴ്സിന് ഫോളോ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ വളരെ ലളിതമാക്കിയാണ് ഞാൻ വരക്കുന്നത്. അതിൻ്റെ ഷേപ്പ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ചിറക് വരയ്ക്കാം. ആദ്യം നമ്മൾ വരച്ച ഏകദേശ ഐഡിയ ഉണ്ടല്ലോ, അതിൻ്റെ മേലെ തന്നെയാണ് ഞാനിപ്പോൾ കറക്റ്റാക്കി വരക്കുന്നത്. ചിറകിൻ്റെ ഡിസൈൻസ്, ആ തൂവലിൻ്റെ ഒരാകൃതി നോക്കി വരയ്ക്കുന്നുണ്ട്. ഇനി വാലിൻ്റെ പോർഷൻ,
ഒരു പിടക്കോഴിയാണ്, ഒരു കാർട്ടൂണിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ആദ്യം ചെയ്യുന്നത്. ഇനി അതിൻ്റെ കാലുകൾ വരയ്ക്കാം. സാവധാനം വേണം വരയ്ക്കാൻ. നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ ടൈം കൊടുത്തുകൊണ്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ വരയ്ക്കാം. അല്ലാതെ ഒറ്റ ഇരിപ്പിന് തീർക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കരുത്. നമുക്ക് വേണമെങ്കിൽ ഗ്യാപ്പ് കൊടുക്കാം, കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് വരയ്ക്കാം. നിങ്ങൾ അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വരയ്ക്കുമ്പോൾ ആദ്യം വരച്ച ഭാഗത്തെ മിസ്റ്റേക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഡ്രോയിങ്ങിനെ കുറച്ച് സിമ്പിളാക്കി കൊണ്ടുവരാൻ കഴിയും. നല്ലപോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇനി അതിൻ്റെ വിരലുകൾ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. വിരൽ വരയ്ക്കുന്ന സമയത്ത് പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഇപ്പോൾ നമുക്കതിൻ്റെ ഓൾമോസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ചിറകിൻ്റെ ഒരു ഡീറ്റെയിലിംഗ്, ഇതിനെ കൂടുതൽ ഡീറ്റെയിലിംഗ് കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കുന്നില്ല. വളരെ ലളിതമായ ഒരു ചിത്രമാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ചിത്രം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. ഈ കണ്ണ് ഞാനൊന്ന് മാർക്ക് ചെയ്തു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചിത്രമാണ് എങ്കിലും ഇതൊരു ലെസ്സാണ് എന്ന് തോന്നരുത്. ലെസ് ഈസ് മോർ എന്ന ഒരു തിയറിയാണ് എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു വർക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മളുടെ ഈ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഹാവ് എ നൈസ് ഡേ. ബൈ.